ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, കേട്ട് 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 മടുത്തൊരു സംഭവം. എനിക്ക് ഓർഡർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നിരന്തരം ഇങ്ങനെ വീഡിയോ ഇടുകയാണ്. അമ്മച്ചിക്ക് ഓർഡർ ഇല്ല, അപ്പച്ചന് ഓർഡർ ഇല്ല, അമ്മായിയമ്മക്ക് ഓർഡർ ഇല്ല എന്നൊക്കെ കേട്ട് കേട്ട് മടുത്ത മക്കളെ. വേറെ എന്തെങ്കിലും നിങ്ങൾ പറ. ജസ്റ്റ് കണ്ണനെ വരച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ലൈഫ് ലോങ് ഞാനത് വരയ്ക്കുക തന്നെ ചെയ്യും. അത് നിങ്ങളിങ്ങനെ എന്നെ എന്താ പറയുക തളർത്തിയാലും താഴ്ത്തിയാലും ഞാൻ തളരുകയും ഒന്നുമില്ല. അത് വിചാരിച്ചിട്ടാണ് നിങ്ങളിങ്ങനെ മെസ്സേജ് അയക്കുന്നത്, വീഡിയോസ് പോസ്റ്റ് അല്ല ഇതാക്കുന്നതെന്ന് വെച്ചാൽ ചുമ്മാതാ പിള്ളേരെ, നടക്കുന്ന കേസേ അല്ല അത്. അപ്പോൾ എനിക്കിപ്പോൾ ഓർഡർ ഇല്ലെങ്കിൽ ഓർഡർ ഇല്ല, അത്ര തന്നെ. അതിപ്പോൾ ഞാൻ ആരുടെയും വീട്ടിലേക്ക് ചിലവിന് വരുന്നില്ലല്ലോ. വരാത്ത പക്ഷം നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട ഉണ്ടോ? ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ നിങ്ങളാരുടെയും വീട്ടിലേക്ക് ചിലവിന് വരുന്നില്ല. ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോഴേക്കും യൂട്യൂബിൽ വീഡിയോ ഇട്ടേന്നായി. ഞാനിന്ന് ഒന്ന് വിശാരിയാവ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം കണ്ണനെ വിട്ട് ഇവള് വിശാരിയാവ് പോയി. എന്തൊക്കെയാന്നറിയോ? അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ? ഓർഡർ ഇല്ലേ വേണ്ട, ഞാനങ്ങ് സഹിച്ച് ഞാൻ സങ്കടപ്പെട്ടിരുന്നോളാം. നിങ്ങൾ വെറുതെ ടെൻഷൻ ആവണ്ട എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ സങ്കടവും വിഷമവും കൂടി കാണാൻ എന്നെക്കൊണ്ട് പറ്റാത്തത് കൊണ്ട് പറയാട്ടോ ഗൈസ്. അപ്പം നിങ്ങൾ പറയും പിന്നെ ഇതെന്നോ വരച്ച് വെച്ച് എപ്പോഴത്തോ ആണ്. ഞാൻ 1.5 കണ്ണൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി എനിക്ക് ഓർഡർ ഉണ്ടോ ഇല്ലയോ എന്ന്. ഇനിയും നിങ്ങൾക്ക് തെളിവ് പോരെങ്കിൽ ദോ അങ്ങോട്ടൊന്ന് നോക്കിയേ. ഇനി തിരിച്ച് ഇങ്ങോട്ടൊന്ന് കാണിച്ചേ. ഇന്ന് കൊറിയർ ചെയ്യേണ്ട സാധനമായിരുന്നു, പക്ഷേ എനിക്കിന്ന് കോഴിക്കോടും കാര്യങ്ങളൊക്കെ പോകാനുള്ളത് കൊണ്ട് എല്ലാം കൂടി നടക്കുന്നില്ല ഗൈസ്. ചെറുതായിട്ടൊരു സൈഡ് ബിസിനസ് എനിക്കുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ പോയിട്ട് നെഗറ്റീവ് കമൻ്റ് ഇടാൻ ഓരോരോ ലെവനുമാരും വരും. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ആ ബിസിനസ് എന്താണ് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽ ഒന്നും നിങ്ങളോട് പറയാത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടം. പിന്നെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് മുതലാളി എന്താണെന്നറിയില്ല, മാസം വല്ലാതെ എന്നെ എന്താ പറയുക സഹായിക്കാന്നല്ല പറയണ്ട്, എന്നെ സന്തോഷിപ്പിക്കുന്നു നമ്മുടെ യൂട്യൂബ് മുതലാളി. മുതലാളി ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നതിനനുസരിച്ച് എനിക്ക് വീഡിയോസ് ഇടാനുള്ള ഒരു ടെൻഡൻസി കൂടി വരികയാണ്. എന്നെ അറിയാവുന്ന ആൾക്കാരൊക്കെ പറയുന്നത് ദിവസം 4 വീഡിയോസ് എങ്കിലും പോസ്റ്റ് ചെയ്യും. എനിക്കിപ്പം ആദ്യമൊക്കെ 4 വീഡിയോസ് എങ്കിലും പോസ്റ്റ് ചെയ്യേണ്ടിയിരുന്നു എനിക്ക് വേണ്ടത്ര ഒരു $1 കയറണമെങ്കിൽ. ഇപ്പം എനിക്ക് 4 പോലും പോസ്റ്റ് ചെയ്യേണ്ട, 1 തന്നെ പോസ്റ്റ് ചെയ്താൽ ഞാൻ പ്രതീക്ഷിക്കാത്തതൊക്കെ. ചില ദിവസം ഏറ്റവും എനിക്ക് കുറവ് കയറുന്നത് 10 രൂപയാട്ടോ, $10 എനിക്ക് ഏറ്റവും കുറവ് കയറാറ്. ഒരു വീഡിയോസാണ് ഇടുന്നതെങ്കിലൊക്കെ എനിക്ക് ഇനിയിപ്പോൾ എത്ര കിട്ടി എങ്ങനെ കിട്ടി എന്നൊക്കെ ഇപ്പോൾ തെളിവ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അതൊന്നും എനിക്കിപ്പോൾ പറ്റൂല എന്നല്ല, ചെയ്യൂല ഞാൻ. അപ്പം അങ്ങനെ യൂട്യൂബ് മുതലാളിയുടെ ഇപ്പം നമുക്ക് പൈസ തരുമ്പം പൈസയാണ് ബിഗിലേ മുഖ്യം. എവിടെ അങ്ങനെയാ, പൈസയാണ് ബിഗിലേ മുഖ്യം. ഞാനിപ്പോൾ ഈ ബിഗിലേ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ചിലത് ബിഗിലേ എന്ന് വിളിച്ച് കളിയാക്കാറുണ്ട്. പൈസ തന്നെയാണ് മുഖ്യം, ഇവിടെ കപ്പല്ല മുഖ്യം. അപ്പം പൈസ നോക്കി ഏതൊക്കെ വൈക്കോട് കിട്ടുന്നോ അതും നേരായ വൈക്കോട് കേട്ടോ കിട്ടുന്നോ അതിലൊക്കെ നമ്മൾ ആക്റ്റീവ് ആവുന്നത് നമുക്ക് നല്ലതാണ്, നമ്മുടെ ഫാമിലിക്ക് നല്ലതാണ്, ഒക്കെ നല്ലതാണ്. അപ്പം ഞാൻ കണ്ണ് കാണുന്നതും കണ്ണ് കേൾക്കുന്നതും, കണ്ണ് കേൾക്കൂലല്ലോ അല്ലേ, കണ്ണ് കാണുന്നതും ചെവിയിൽ കേൾക്കുന്നതുമായിട്ടുള്ള സകല കാര്യങ്ങളും ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യും. പിന്നെ ഒരു കാര്യം, ഞാനിപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പം എല്ലാവരും MVDക്ക് ടാഗ് ചെയ്ത് വിടുന്നുണ്ട്. ഇട്ടോളൂ, നോ പ്രോബ്ലം. കേസല്ലേ, ഇതിനെക്കാട്ടി വലിയ കേസ് വന്നിട്ട് മത്തായി കിടന്നുറങ്ങിക്ക് അപ്പയാണ് ഇത്. അപ്പം അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ
പറഞ്ഞു വന്നിരുന്നത് എന്താണെന്ന് വെച്ചാൽ പകുതി വെച്ച് കട്ടാക്കിയത് എന്താണെന്നറിയോ? നമ്മൾ പാവപ്പെട്ടവളായതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഐഫോണാണുള്ളത്. അപ്പോൾ ഐഫോണിൻ്റെ പ്രശ്നം, ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാമെന്ന് വിശ്വസിക്കുന്നു. സ്റ്റോറേജ് ഫുള്ളായി. അപ്പോൾ പിന്നെ 4-5 വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു, പിന്നീട് ബാക്കി പറയാൻ വേണ്ടിയിട്ട്. ഫുള്ള് പറയാതിരുന്നാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത് ഇന്നലെ കൊറിയർ ചെയ്യേണ്ട സാധനങ്ങളായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കൊറിയർ ചെയ്യാൻ പറ്റിയില്ല. ഫസ്റ്റ് കോട്ടാട്ടോ അടിച്ച. ഇതാ ജസ്റ്റ് ഒന്ന് കണ്ണനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കണ്ണൻകുട്ടി. അപ്പോൾ ബാക്കിയെല്ലാം കൂടി ചെയ്ത് വെച്ച് ഇതൊന്ന് ഫിനിഷ് ചെയ്ത് നാളത്തേക്ക് കൊറിയർ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ആക്കിയെടുക്കണം. എനിക്ക് ഈവനിങ്ങേ കൊറിയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് 4-5 നമുക്കിപ്പോൾ പ്രൊമോഷൻ ചെയ്യാനിപ്പോൾ നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ 4-5 വീഡിയോസെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ക്യാമറാമാൻ ക്ലാസ് പോവും, ക്യാമറാമാൻ വീട്ടിലുണ്ടാവും. പക്ഷേ മൂപ്പത്തി എന്താ പറയുക, തെങ്ങെടുക്കാൻ പറഞ്ഞാൽ തേങ്ങ എടുക്കുമെന്ന് കേട്ടില്ലേ? ആ ഒരവസ്ഥയാണ് ഓള കാര്യം. അതുകൊണ്ട് എനിക്ക് നാളെ വൈകുന്നേരം കൊറിയർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കൊറിയർ വണ്ടി പോയിട്ടില്ല വെച്ചാൽ നല്ല സഹകരണം കേട്ടോ. DTDC ഇവിടെ കൊയിലാണ്ടിയുള്ളോല്. വേറെ എല്ലായിടത്തും എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എന്നെ സംബന്ധിച്ച് നല്ല സഹകരണമാണ്. ഇവർ വണ്ടി പോയില്ല, അവർ മാക്സിമം വന്ന് തന്നെ കൊറിയർ കയറ്റി വിടും. അതുകൊണ്ട് ആ ഒരു കാര്യം, ഇത് രണ്ടും ഞാൻ അയക്കാമെന്ന് പറഞ്ഞത് ഇന്നോ ഇന്നലെയോ ആയിട്ട് അയക്കാമെന്ന് പറഞ്ഞതാണ്. 2 പേരോടും ഞാൻ സോറി പറയാണ്. അവരൊക്കെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. സോറി പറയാണ്. ലാസ്റ്റ് ഘട്ട ഫിനിഷിങ്ങിലാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഒന്നുമില്ല, ഒരു കോട്ടുകൂടിയും ജസ്റ്റ് ഒന്ന് നമ്മൾ തിക്നെസ്സിന് വേണ്ടിയിട്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പം ഫൈനലി റെഡിയായി എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു ഫൈനൽ ലുക്കിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ പെയിൻ്റ് അടിയുടെ സ്പീഡ് കണ്ടിട്ടാരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. കൈവഴക്കം വർഷങ്ങളായല്ലോ. അതിൻ്റെ ഒരു ലത് ഉണ്ട്. അതാണ് ചിലർ പറയൂ പെയിൻറ് ചെയ്യാച്ചാൽ ബ്രഷ് പോലും അറിയാതെ, ബ്രഷ് പോലും അറിയാതെ എവിടെയും പെയിൻ്റ് ആവാതെ, കയ്യിൻ്റെ മുകളിൽ പോലും പെയിൻ്റ് ആവാതെ പെയിൻറ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നവരുണ്ട്. എനിക്കറിയില്ല, എനിക്കങ്ങനെ എന്തായാലും പറ്റില്ല. കാരണം എനിക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ്. ഞാൻ പെയിൻറ് ചെയ്യുമ്പം എത്ര ആൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. കുറച്ച് സ്പീഡ് അധികം എനിക്ക്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് ചിലപ്പം കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിപ്പോയാൽ അത് മായ്ക്കുമ്പോൾ കൈമലാവും. ജസ്റ്റ് റോസ് എടുത്തപ്പോഴേക്ക് കൈമലായി. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അത് ആ ഒരു കൈവഴക്കം എന്നൊക്കെ പറയില്ലേ, അതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ എൻ്റെ ബ്രഷൊക്കെ പൊട്ടിപ്പോയി ഗൈസ്. അപ്പം മുന്നേ ബ്രഷൊന്നും എടുത്തേ, അവിടെ നിന്ന് കാണിച്ചു കൊടുത്തേക്ക. ഞാൻ അല്ലടാ, അവിടെയാടാ, നീ വിചാരിച്ച വെള്ളത്തിൽ മുക്കിയിട്ട ബ്രഷാണ്. ചിലർ പെയിൻറ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് 0.1 വെച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നത് ഞാൻ കാണുന്നത്. ഞാൻ ഭയങ്കര ആർട്ടിസ്റ്റാണ്, എനിക്ക് ജന്മനാ കിട്ടിയ കഴിവാണ് എന്നൊക്കെ ഏതോ ഒരു പറയുകയാണ്. ജന്മനാ കിട്ടിയ കഴിവാണ് എന്നൊക്കെ. ജന്മനാ കിട്ടിയ കഴിവായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ജന്മനാ കിട്ടിയ കഴിവുള്ള ആൾക്കാർ 0.1 കൊണ്ടൊക്കെ പെയിൻറ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ജന്മനാ കഴിവ് കിട്ടിയവർക്കൊക്കെ ഈ 0.1 എന്തിനാവും ഉപയോഗിക്കുന്നതെന്ന് അതും എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ കഴിവായിക്കാണ്. ഞാൻ ഒരേ ബ്രഷ് കൊണ്ടാണ് എല്ലാം ചെയ്യാറ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ എന്താ പറയുക, ഒന്നിനും കൊള്ളാത്ത ചില തള്ളച്ചിമാർ വന്നിട്ട് എൻ്റെ മോക്ക് ജന്മനാ കിട്ടിയ കഴിവാ, എൻ്റെ മോക്ക് ജന്മനാ കിട്ടിയ കഴിവാന്നൊക്കെ പറയുമ്പോൾ തള്ള എനിക്കൊന്ന് കുളിക്കെങ്കിലും ചെയ്തുകൂടെ തള്ളേ? എന്തൊരു അലമ്പ് കോലാണ് തള്ളക്ക്. കുളിക്ക പോലും ചെയ്തുകൂല.
കുളി നനയില്ലാത്ത ഒരു വൃത്തിയില്ലാത്തൊരു സ്ത്രീ ഒരു എന്താ പറയുക, ഒരു അണ്ണാച്ചി വന്നിട്ട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനത്തെ ഒരു അണ്ണാച്ചി വന്ന് സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ മോൾക്ക് ജന്മനാ കിട്ടിയ കഴിവാണെന്ന് പറഞ്ഞിട്ട്. എന്തല്ലേ. അപ്പം നമ്മളിപ്പോൾ പറയാൻ നിന്നാൽ ഒരുപാട് പറഞ്ഞു പോവും. ആ തള്ളനെ കുറിച്ച് പറയാച്ചാൽ എനിക്ക് അറപ്പ് തോന്നും, അത്രയും വൃത്തിയില്ലാണ്ട് അവർ. എൻ്റെ പൊന്നാര മോളെ, ഇനിയിപ്പം വരച്ച് വരുമാനമൊക്കെ നേടി തുടങ്ങിയില്ലേ, എനിക്ക് യൂട്യൂബിൽ നിന്നും 10 ഉറുപ്പ്യൊക്കെ കിട്ടുന്നില്ല, തള്ളക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്ക്. തള്ളമാരല്ലേ, ഒന്ന് വൃത്തിക്കൊക്കെ കൊണ്ടുണ്ട് നടക്കുക. അതിനെ ഗുരുവായൂർ നടയിലൊക്കെ കൊണ്ടുപോകുന്നത് കാണാം. എന്തൊരു അലമ്പ് കോലത്തിലാ ഞാൻ കണ്ട വാങ്ങിക്കൊടുക്കുക അതിനെന്തെങ്കിലും. അത്രയും ഒരു വൃത്തിയില്ലാത്തൊരു, നമ്മൾ അണ്ണാച്ചി റോട്ടുമ്മ കാണുന്ന അണ്ണാച്ചി ഉണ്ടല്ലോ, അണ്ണാച്ചി ലുക്കുള്ളൊരു സാധനത്തിനെയും കൊണ്ട് വന്നിക്കടേ. ഏതോ നിൻ്റെ തള്ളയാണ് എന്നാണ് പറയപ്പെടുന്നത്, എനിക്ക് അറിയത്തില്ല കേട്ടോ, അതും ഞാൻ പറഞ്ഞു തരാം. കണ്ണന വരച്ചോണ്ട് അറിയാം, അങ്ങനെ കുറ്റം പറയാൻ പാടില്ല, പക്ഷെ പറഞ്ഞു പോകുന്നതാണ്. നമ്മളൊരാളെ പറ്റി പുകഴ്ത്തുമ്പം ആ പുകഴ്ത്തുന്ന ആൾ അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡിൽ, ഇപ്പം ഒരു അണ്ണാച്ചിയായിട്ടുള്ള ഒരാൾ വന്നിട്ട് എന്നെ പുകഴ്ത്തുമ്പോൾ എങ്ങനെയുണ്ടാവും, എൻ്റെ നിലവാരം എങ്ങനെയുണ്ടാവും? അണ്ണാച്ചിയായിട്ടല്ലേ കമ്പനി, അപ്പോൾ ആ ഒരു നിലവാരത്തിലല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതേപോലെ എൻ്റെ പൊന്നാര പെണ്ണുങ്ങളെ, ആരെയും വിളിച്ചിട്ട് എൻ്റെ ജന്മനാ കഴിവ് കാണിപ്പിച്ചോ പറയിപ്പിച്ചോ ഒക്കെ ചെയ്തോ, നോ പ്രോബ്ലം. ബട്ട് അവരെ ഒന്ന് വൃത്തിയായിട്ടുള്ള വേഷം ധരിപ്പിച്ചിട്ടും വൃത്തിയായിട്ടൊന്ന് കുളിച്ച് മെനയോടുകൂടെ വന്ന് നിൽക്കാനും കൂടി പറ. അപ്പം എന്നോട് ഇഞ്ഞു കുളിച്ചോന്ന്, എൻ്റെ കോലി ഇതാണ്, ബായ്, ഞാനിങ്ങനെയാണ്, ബായ്. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ എൻ്റെ വർക്ക് ചെയ്ത് തീർക്കട്ടെ, എനിക്കിത് നാളെ കൊടുക്കാനുള്ളത്. ഇത് ഉണങ്ങിയിട്ട് വേണം അടുത്തത് ഇതാക്കാൻ. ഈ ഒരു വീഡിയോ എടുത്ത് തീരുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എത്രത്തോളം പെയിൻറ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന്. ഇതിനൊക്കെ എന്താ അത്ര വലിയ ചിലവ് എന്ന് ചോദിക്കുന്ന ചിലരുണ്ട്. ഇതൊക്കെ തീർന്നതാട്ടോ, പക്ഷെ തീർന്നാലും ഞാൻ വിടൂല. അങ്ങ് കുപ്പി ചത്ത് എന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ഞാൻ വിടത്തുള്ളൂ. അപ്പം അങ്ങനെയാണ് ഗൈസ്. അപ്പം എല്ലാവരോടും ബൈ പറയാണ്. ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്താlte ഇനി നാളെ കൊടുക്കേണ്ട വർക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.